സിനിമയിലൂടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും പലതരത്തിലും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ റീസെൻ്റ്ലി അടുത്ത കാലത്ത് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഒരു 4-5 തവണ റീസെൻ്റ്ലി നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് പല കടകളിലും ഇന്ന് പുകയില വിൽപ്പനകൾ, അതായത് സിഗരറ്റ് വിൽക്കുന്നില്ല. പ്രത്യേകിച്ച് സ്കൂളിൻ്റെ സമീപത്തുള്ളത് വിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ അല്ലാത്ത കുറേ കടകളിലും സിഗരറ്റ് വിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ അതല്ലാതെ പല കടകളിലും എഴുതി വെച്ചിരിക്കുന്നു സിഗരറ്റ് വലിക്കാൻ പാടില്ല, ഇവിടെ പുകയില നിരോധിത മേഖലയാണ് എന്നൊക്കെ പറഞ്ഞ പലതരത്തിലും ഉണ്ട് കടകളിൽ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ പല കടകളിൽ നേരിട്ടല്ലാതെ മേടിക്കാൻ ചെന്നാൽ പോലും കിട്ടാനും ഇല്ല. എന്ന് വെച്ചാൽ അവർ പറയുന്നു ഞങ്ങളിപ്പോൾ വിൽപ്പനയില്ല കേട്ടോ എന്നൊക്കെയുള്ള. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം കുറേ നാളുകൾക്ക് മുമ്പൊന്നും കേൾക്കാനേ ഇല്ലായിരുന്നു. അപ്പം എന്തുകൊണ്ട് അതുണ്ടായത് ഈ പറഞ്ഞ കടക്കാരുടെ എന്നാൽ ഇന്ന് തൊട്ട് ഞാനങ്ങ് വിൽപ്പന വേണ്ട അതാക്കാം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പകരം ഈ കേരളത്തിലുണ്ടായിരുന്ന ഈ പുകയിലക്കെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിന് ഭാഗമായിട്ടാണ് അതുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോളൂ, നമുക്ക് ഇപ്പോഴത്തെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ പഴയ ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന കണക്കും ഇപ്പോഴത്തെ കണക്ക് നോക്കിയാൽ അതിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ ഒരുപാട് ഗണ്യമായിട്ട് നമ്മുടെ നാട്ടിൽ കുറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയുണ്ടായി? ഈ ബോധവൽക്കരണം കൊണ്ട് മാത്രമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പുകയില ഉൽപ്പന്നങ്ങളുടെ ആണെങ്കിലും മദ്യത്തിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ബോധവൽക്കരണം കൂട്ടുക. അത് കൂട്ടിയാൽ ശരിക്കും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലെ മദ്യപാനത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മയക്കുമരുന്നിൻ്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. അതല്ലാതെ ഓടിപ്പിടിച്ച് ഈ മദ്യം നിരോധിക്കുകയോ അല്ലെങ്കിൽ മദ്യത്തിന് കർക്കശമായ നിയമം കൊണ്ടുവരികയോ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് കൊറോണ സമയത്ത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, മദ്യം കിട്ടാതെ വന്നപ്പോൾ പലരും മരിക്കുകയും സ്വന്തമായിട്ട് വാറ്റുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഉണ്ടായതിൻ്റെ കാരണം മദ്യപിക്കാതെ ഇരിക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അത് മനസ്സിലാക്കണം. ഈ പറഞ്ഞ ഇങ്ങനെ മദ്യപിക്കുന്ന എല്ലാവരും സമൂഹത്തിന് ഒരു ദോഷവും ചെയ്യുന്നവരായിരിക്കണം എന്നില്ല. ഞാൻ എല്ലാവരെയും അല്ല കേട്ടോ ഞാൻ ഇതിൻ്റെ അത് പറഞ്ഞത്. അതിൻ്റെ അകത്ത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നിയമത്തിനനുസരിച്ച് അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഓടിപ്പടിച്ച് മദ്യം നിരോധിക്കുകയോ അല്ലെങ്കിൽ മദ്യത്തിന് മേലുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുകയോ ചെയ്താലൊന്നും കേരളത്തെ ജനങ്ങൾ മദ്യപാനം നടത്തില്ല. അത് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാക്സിമം ഇപ്പോൾ ഈ സിഗരറ്റിനെതിരായിട്ട് ഒക്കെ അവബോധം കൊടുക്കുന്ന പോലെ തന്നെയുള്ള നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. ഈ പറഞ്ഞ മദ്യത്തിനെതിരായിട്ടും മയക്കുമരുന്നിനെതിരായിട്ടും എല്ലാ രീതിയിലും അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാമോ ആ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ കേരളത്തിലെ മദ്യപാനികളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതല്ലാതെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഗിമ്മിക്സുകൾ കൊണ്ടും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന് 100% പറയാം.